ഉപ്പുമില്ല പുളിയുമില്ല, പിന്നെ തിന്നണന്നേ ഉള്ളൂ. എന്തെങ്കിലും ആവട്ടെ. മോളെ, ഇന്ന് ഇച്ചിരി ഉപ്പ് കുറവുണ്ടല്ലോ. ഉപ്പുമില്ല എള്ളുമില്ല. ആ, പിന്നെ വിശപ്പുണ്ട് തിന്നാന്നേ ഉള്ളൂ. അതൊന്നും എന്തിനാണ് വേണം അതൊന്ന് പുറകുവരുന്ന? അല്ല, അമ്മയ്ക്ക് വേണമെങ്കിൽ അവളുടെ അടുത്തും പറയാം വല്ലപ്പോഴും അടുക്കള കയറാൻ. മോക്കറിയാല്ല, ആ പെണ്ണിനാണെങ്കിൽ നിന്റെ അത്ര പോലും വെക്കാറുണ്ട്. അതുകൊണ്ടാണ് അമ്മ പിന്നെ അടുക്കള കയറ്റാത്ത. നിനക്ക് പിന്നെ ഇച്ചിരിയൊക്കെ വെക്കാൻ അറിയാതെ. ഇനി ഒന്ന് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടാ. മോളെ, ഈ പാത്രം കൂടി അങ്ങ് എടുത്ത് കൈ വെച്ചേടാ. എല്ലാം കൊണ്ട് മുമ്പിൽ വെച്ചപ്പോ നാക്കി വായിച്ചങ്ങ് തിന്നു. ഒരു ലോഡ് കുറ്റം പുച്ചം. പാത്രം കൂടി കഴുകി വെക്കണം. ഓരോരോ ഇടത്തരങ്ങളെ എല്ലാം ഒതുക്കി വെച്ചിട്ടാണ് ഞാനൊന്ന് കുളിക്കാൻ പോയത്. എല്ലാരും കഴിച്ച് ടേബിളിൽ എല്ലാം എടുത്ത് മാറ്റി അവിടെ ഇട്ടിട്ടുണ്ട് അടുക്കളയിൽ. ഓരോരുത്തരും തുടക്ക പരിപാടി എല്ലാം എനിക്ക്. ഈ വീട്ടിലെ ഞാൻ മാത്രമേ ഉള്ള എല്ലാത്തിനും. കുറച്ച് എല്ലാം കയ്യിൽ കൊണ്ട് കൊടുത്താല് തിന്നിട്ടെല്ലാം കൂടി കൊണ്ടൊക്കെ വലിച്ചെറി. വേലക്കാരി ഉണ്ടല്ലോ ഇവിടെ. ആരെടുത്ത് പറയാ, ഈ കൂട്ടുകുടുംബത്തിൽ കിടക്കുമ്പോഴത്തെ നരകമല്ല ഒരിടത്തും കാണില്ല. കാളെ പോലെ പണിയായ ഞാനും. എനിക്ക് ഈ വീട്ടിലെ പുറത്ത് മതിയായി. നിങ്ങൾ നല്ലത് കേൾക്കണ്ട. എനിക്ക് ഈ വീട്ടിലെ താമസം മതിയായിന്ന്. നിങ്ങളുടെ അമ്മയ്ക്കും നിങ്ങളുടെ അനിയനും ഒക്കെ ആർക്കെങ്കിലും ഒരു ഇത്ര സ്നേഹം എന്നോടുണ്ടാ? ഞാൻ ഇവിടെ വണ്ടി കാണുന്ന പോലെ പണിയാണ്. ആരെങ്കിലും കാണുന്നുണ്ടോ? എന്നാ ഒരു നല്ല വാക്ക് ഒരു മനുഷ്യൻ പറയുന്നുണ്ടായി ഈ വീട്ടില്? നിങ്ങൾക്ക് എന്തിനറിയണം? ജോലിക്കൊന്നും പറഞ്ഞു പോണം, ആഴ്ചയിൽ ശനിയാഴ്ച വീട്ടിൽ കയറി വരണം, തിന്നണം, കുടിക്കണം, വീണ്ടും പോണം. ഞാൻ ഇതൊക്കെ ഇരുന്ന് കഷ്ടപ്പെടുന്നതല്ല. നിങ്ങൾ വല്ല അറിയണുണ്ടോ? അമ്മ സഹായിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്താ? ആമക്കളെ കാണുമ്പോ എന്തെങ്കിലും കുശുചിത്തന സംസാരം ഉണ്ടാവും. ഭാര്യമാര് കയറി വരുമ്പോ അപ്പോഴങ്ങ് നിർത്തിക്കോളും. പിന്നെ എന്തെങ്കിലും പണിയൊന്ന് പറഞ്ഞു പോയാ കാല് വേദനയായി, കൈ വേദനയായി, പിന്നെ തിന്നാ മാത്രം. ഒരസുഖവും ഇല്ല. മൊത്തം അഭിനയമാണ്. കൊറേ നേരം എന്താ പറയുന്നുണ്ടേ നിങ്ങളെ അമ്മ നിന്റെ കൂടെ അമ്മയല്ലേ? നീ എന്തരുത്? എന്റെ വീട്ടുകാര് പറഞ്ഞത് എന്നാ, കല്യാണം കഴിഞ്ഞ് ചെല്ലണ വീട്ടിലാ ആ അമ്മയും അച്ഛനെല്ലാം നിന്റെ സ്വന്തം അമ്മയും അച്ഛനാണ്. പക്ഷെ നിങ്ങളുടെ അമ്മ എന്നെ സ്വന്തം മോളായിട്ട് കാണുന്നുണ്ടോ? ഒരു നിമിഷമെങ്കിലും കാണുന്നുണ്ടോ? മാട് പോലെ പണിയെടുപ്പിക്കാൻ വേണ്ടി ഒരു വീട്ടുവേലക്കാരി, അല്ലാതെ വേറെ എനിക്ക് ഒരു സ്ഥാനം ഈ വീട്ടിലില്ല. അതിന് തറവാട് എനിക്കുള്ളതല്ലേ? ഞാൻ എത്ര പൈസ മുടക്കിയൂടെ? പെട്ടെന്ന് കോളേജിന്റെ കൂടെ പോകാൻ പറ്റുമോ? നിങ്ങളും മണ്ടായി, അല്ലാതെ ഞാനെന്തോന്ന് പറയാ. പിന്നെ ചെറിയ ചെറിയ അനിയന്റെ ഭാര്യയും കൂടി ഇരുന്ന് പറയാണ് ഈ തറവാട് അവനെ എഴുതിക്ക് വേണമെന്ന്. അമ്മയെ സോപ്പിട്ട് എടുക്കാണ്. നിങ്ങൾ ഇതൊന്നും അറിയില്ല. ഉള്ള പണം മൊത്തം ഇവിടെ ഇങ്ങനെ ചെലവാക്കിക്കോ. അനിയന് കൊടുക്കാൻ പോണ കാര്യം എല്ലാം പറയാം. നിങ്ങൾ പിന്നെ ഇവിടെ പൈസ മുടക്കൂല, നമ്മക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ ഗൾഫിലെ നല്ലൊരു ജോലിയും പറഞ്ഞിട്ടാണ് ജോലിയും കൂലി ഇല്ലാതെ ഇവിടെ ഒന്ന് നിൽക്കണത്, ചേട്ടനെ മുടിപ്പിക്കാൻ വേണ്ടിട്ട്. ഇതൊന്നും നിങ്ങൾക്ക് ഒന്നും ഒരു ചിന്തയില്ലല്ലോ. നമുക്കുണ്ട് 2 മക്കള്, അവരുടെ കാര്യം ആര് നോക്കും? ആ ചുരുങ്ങി നോക്കണ്ട. അനിയത്തിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അവിടെ വീട്ടിലെ സ്വന്തം ആങ്ങളയുടെ ഭാര്യ ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയിടണമെന്നാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. സൂക്ഷ്മണ്ടൊക്കെ നിന്ന് എല്ലാവർക്കും കൊള്ളാം. അതെ, അതെന്താണ് ഞാൻ പറയണത്. എനിക്ക് തറവാടും വേണ്ട, ഇവിടുത്തെ സൗഭാഗ്യം വേണ്ട. നമുക്ക് സ്വസ്ഥായിട്ട് എങ്ങോട്ടെങ്കിലും വീടെടുത്ത് മാറി താമസിക്കാൻ. മനുഷ്യ ഒന്ന് ആലോചിക്ക്. നീ പറയാതെ തന്നെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത് തന്നെ. നോക്കട്ടെ, നമുക്ക് എന്തായാലും വേറെ വീട് വാടകയ്ക്കെടുത്തുകൊണ്ടാണ് മാറാം. ദയവ് ചെയ്ത് ഇതെങ്കിലും നേരത്തെ അങ്ങോട്ട് എഴുന്നള്ളിക്കല്ലേ. എനിക്ക് അപ്പോഴേ മറ്റോട് അടുത്ത കുരുക്കം ഉണ്ടാക്കും. അതുകൊണ്ട് പോണേന്റെ അന്ന് പറഞ്ഞാൽ മതി, അമ്മയുടെ അടുത്തായാലും ആരുടെ അടുത്തായാലും.
ഇനിയെങ്കിലും അനിയനും പെണ്ണും കൂടി ഈ തറവാടൊന്ന് നോക്കണം കാണണം. ഒറ്റയണ ഒരു സഹായത്തിന് പോലും അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങൂല. ഞങ്ങള് പോകുമ്പോഴെങ്കിലും താഴോട്ട് ഇറങ്ങുമല്ലോ, അത് മതി. അല്ല ഞായറാഴ്ച നീ എവിടെ പോണണ്ട? കയ്യില് പലവില്ലാതെ 3-4 ബാഗൊക്കെ ഉണ്ടല്ലോ, എങ്ങോട്ട്? നീയും പോണാ? എങ്ങോട്ട് പോണ രണ്ടുപേരും കൂടി? അമ്മ ഞങ്ങൾ കേട്ടോ, ചേട്ടനോട് പറയാൻ പറ്റിയതാ. എനിക്കവിടെ ജോലി ചെയ്യുന്നതിന്റെ അടുത്ത് ഒരു വീട് ശരിയായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് താമസം മാറുന്നു. പിന്നെ കുഴപ്പമില്ല, നമ്മുടെ അനിയനും അവിടെ ഉണ്ടല്ലോ. നമ്മൾ ഇടയ്ക്ക് വരാം, ആഴ്ച വരാം. ശരി, ഓർത്ത് വരാം. ആ രണ്ടും ഇറങ്ങിയാൽ നോക്കട്ടെ. ആശ്വാസമായി. ഇനി ഞാൻ ഇവിടെ ഒരു കലക്ക് കളിയാക്കാന്ന് പോയേ. പിന്നെ നിങ്ങളെ അമ്മേ ഭയങ്കര കുഴി മടിച്ചാണ്. ആ ചേട്ടത്തി ഉണ്ടായിരുന്നപ്പോ ചേട്ടത്തി മാറി പോലെ പണിയെ വരുന്നു. ഞാൻ തൊണ്ടാണ് താഴെ ഇറങ്ങി പോയത്. എനിക്കവിടെ നന്നായിട്ടറിയാം. എപ്പോഴും കൈയും കാലം വേദനയെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടാണ് അങ്ങോട്ട് പറ്റും. എനിക്കൊന്നും അറിയില്ലാന്ന് അറിയാം. ഇനി നോക്കിക്കോ, നിങ്ങൾ അമ്മയെ കൊണ്ട് ഇനി ഇവിടുത്തെ പണി മൊത്തം ചെയ്യിപ്പിക്കും. എന്റെ അടുത്താണ് കളി. പിന്നെ എന്തൊക്കെ എന്റെ കൂടെ നിക്കണം, എന്നാലേ നമ്മുടെ പ്ലാനൊക്കെ വർക്കൗട്ട് ആവുള്ളൂ. അപ്പഴേ നമുക്ക് താഴോട്ടൊന്ന് പതുക്കെ പോകാം. അമ്മയുടെ സിറ്റുവേഷൻ അറിയണല്ലോ. നിങ്ങൾ എന്ത് താഴെ ഇറങ്ങി വരാത്തത്? അവർ ഇത്രയും നേരം നിങ്ങളെ നോക്കി നിന്ന്, ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അവര് പോയി ചേട്ടാ. എന്ത് പറയാനാണമ്മേ, വല്ലാത്ത തലവേദനയായിരുന്നു എനിക്ക്. ഒരു ഗുളിക കഴിച്ച് അങ്ങ് കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഇപ്പൊ എന്തായി, ചേട്ടൻ വിളിച്ചപ്പോഴാ ഞാൻ അങ്ങോട്ട് എണീച്ചത് തന്നെ. എന്ത് പറയേ. അല്ല അമ്മേ, അത്താഴത്തിന് ചേട്ടന് വല്ല ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ പോയത്? എവിടെ നിന്ന് ആ മൂതേവി ഒരു ഭാഗം ഉണ്ടാക്കി വെക്കാതെ പോയത്. എവളൊന്നും ഒരു കാലത്തും ഗതി പിടിക്കൂല. അതൊന്നും തേച്ച് അമ്മക്കൊരു കാര്യം ചെയ്താലാ, അമ്മയും കൂട്ടി ഒന്ന് സിനിമയ്ക്ക് പോയാലോ? ആ സങ്കടം ഒന്ന് മാറും. പുറത്തുനിന്ന് കുറച്ച് ഭക്ഷണവും കഴിക്കും. ഈ പിശുക്കൊക്കെ ഒന്ന് കളഞ്ഞാണ്. എപ്പോഴും പിശുക്കാണ് അമ്മയുടെ മോന്. ഒരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞാൽ പൈസ ഇല്ലേ പൈസ. ഈ പൈസ വെച്ചുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. നമുക്ക് അമ്മയുടെ സന്തോഷമല്ലേ വരുന്നത്. അമ്മ റെഡി ആവപ്പെട്ടത്, നമുക്ക് സിനിമയ്ക്കൊക്കെ പോയിട്ട് വരാം. എല്ലാം എന്റെ തലയിലായി. എല്ലാം കണക്കുകൾ തന്നെ. ആ പെണ്ണ് ഇവിടുന്ന് ഇറങ്ങി പോയതിനു ശേഷം നടന്നേർത്തൊന്നും ഇരുന്നിട്ടില്ല ഞാൻ. ഏക ഒരു സമാധാനം, കറങ്ങാൻ കൊണ്ടുപോകും, സിനിമയ്ക്കും പോകാൻ പറ്റുന്നു എങ്കിലാവട്ടെ. മറ്റേതുണ്ടായിരുന്നപ്പോ അതും ഇല്ലേലും. ഇപ്പൊ ഇങ്ങനെയെങ്കിലും ഉണ്ടല്ലോ, സിനിമയെങ്കിലും കാണാമല്ലോ. വെച്ച് കളമ്പൊക്കെ കൊടുക്കാം. കൊടുക്കട്ടെ കെട്ടിലമ്മയ്ക്ക്. സമയം 9 കിളവി വല്ലതും ഉണ്ടാക്കി വെച്ചാണോ? ടേബിളിന്റെ വണ്ടിയിലെ സാധനമൊക്കെ റെഡി ആണല്ല. ചേട്ടനടുത്തും കൂടി പറയാം. ചേട്ടാ ഫുഡ് റെഡി. നിങ്ങളെല്ലാം കഴിച്ചാ? ഞാൻ എല്ലാം ഇവിടെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ട് നിന്ന് കിടക്കാൻ പോയി. പയ്യ നിന്ന് നടുവേദന. നിങ്ങൾക്കെല്ലാം കഴിച്ചു കഴിഞ്ഞല്ലേ? ഉള്ളത് പറയാലോ. എത്ര നാളായി ഇത്തിരി നാക്കിന് രുചിയോടുകൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്. അമ്മയുടെ കൈപ്പുണ്യം ഉണ്ടല്ലോ.
വലിയ പുണ്യം തന്നെ അമ്മയ്ക്ക്. എന്തൊരു ടേസ്റ്റ് അല്ലേ. ഞാൻ ഇന്നൊരു 5-6 ഇഡലി അങ്ങോട്ട് കഴിച്ചു. എന്ത് ടേസ്റ്റുള്ള സാമ്പാറായിരുന്നു, സൂപ്പർ ആയിരുന്നു. ഇനി തൊട്ട് അമ്മ അങ്ങോട്ട് വെച്ചാ മതി കറിയൊക്കെ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലമ്മേ, ഇന്ന് നമുക്ക് ഉച്ചക്ക് ചോറും സാമ്പാറും പിന്നെ അവിയലും കിച്ചടിയും പിന്നെ ഒരു പപ്പടവും കൂടി കാച്ചാം, പരിപ്പ് കറിയും വേണം, പിന്നെ മോര് അച്ഛനും വേണം. ഇത്ര ഉണ്ടാക്കാം അല്ലേ അമ്മേ? അത് പോരെ? മതി, അതൊക്കെ മതി, അതൊക്കെ തന്നെ ധാരാളം. പിന്നെ ഞാൻ ചോറ് വെച്ചോളാം, ബാക്കി കറിയൊക്കെ അമ്മ തന്നെ വെക്കണം. അമ്മ വെച്ചാലേ നല്ല ടേസ്റ്റ് ആയിട്ട് തിന്നാൻ പറ്റുള്ളൂ. എനിക്ക് ഇത്ര ടേസ്റ്റിനൊന്നും വെക്കാനൊന്നും അറിഞ്ഞൂടാ. അമ്മ ഉണ്ടാക്കണൊക്കെ കണ്ട് ഞാനങ്ങ് പഠിച്ചാലാണ്. അമ്മ തന്നെ വെക്കണം കേട്ടാ. അത് ശരി. അമ്മേ, സിനിമയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമയൊക്കെ കൊള്ളായിരുന്നു, പക്ഷെ യാത്ര വലിയ കഷ്ടം തന്നെ. ഇറങ്ങി നടുവെല്ലാം കലങ്ങിയ ഒരു പരുവായി. റോഡ് നന്നാക്കൂല സർക്കാർ, എന്തിന് ഭരണമാണാ എന്ത്. അതുകൊണ്ടൊന്നും അല്ല മോളെ, അത് വേണേ സർക്കാരിനെ കുറ്റം പറഞ്ഞ എന്തിനാ റോഡിന്റെ അവസ്ഥയൊക്കെ അങ്ങനെ നമ്മള് പഴയ പൊട്ട വണ്ടിയില്. അതാണ് കൂടിയപ്പോ കാറിറങ്ങി കട്ടറി വീണത് ഒരു കുഴപ്പമില്ലെന്ന്, പക്ഷെ നല്ല കാശാവും. നോക്കട്ടെ. എത്ര കുണ്ടുംകുഴി ഉണ്ടെങ്കിലും കാറ് മാറ്റിയാൽ നന്നാവൂല്ലേ, പിന്നെ അമ്മക്ക് ഒരു കുഴപ്പം വരില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പൊ പൈസക്ക് എന്റെ സഹായം എന്താ വേണ്ടത്? അമ്മ മൂസ പോയുണ്ടല്ലോ, മൂസ പോയ അവിടുത്തെ തെങ്ങും തോപ്പ് വാടകയ്ക്ക് കൊടുക്കുന്ന റെന്റ് വേണമെന്നുള്ള ചോദിക്കും പാട്ടത്തിന്. 5 ലക്ഷം രൂപ തരാന്ന് പറയുന്നു ഒരു വർഷത്തേക്ക്. ഞാൻ വിചാരിച്ച അമ്മയൊക്കെ സംസാരിച്ചിട്ട് അതങ്ങോട്ട് മേടിച്ചാൽ. അതിന് ഒരു കൊല്ലത്തേക്കൊക്കെ പാട്ടത്തിന് കൊടുത്താ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ? അങ്ങനെയല്ല, ഒരു വർഷത്തേക്ക് 5 ലക്ഷം അല്ല നമ്മെ, 5 വർഷം കൊടുക്കുകയാണെങ്കിൽ 5 ലക്ഷം രൂപ തരാന്നാണ് മൂസാക്കാക്ക പറഞ്ഞത്. അങ്ങനെയാണ് കാര്യമൊക്കെ ശരി എന്നടാ. 5 കൊല്ലം എന്നൊക്കെ പറയുമ്പോ അത് ഒരുപാട് വർഷത്തേക്കല്ലേ, 1-2 വർഷം പോലെയാണോ? അത് മാത്രല്ലടാ, ആ തെങ്ങിൻതോപ്പായത് നിന്റെ ഏട്ടന്റെ കഴിവുകൊണ്ടാണ്. അവനാണ് ആ പുരയിടം ആക്കി എടുത്തത്. അപ്പൊ അവനോടൊരു വാക്ക് ചോദിക്കാതെ എങ്ങനെയാണടാ ഞാൻ സമ്മതിക്കുന്നത്? ചോദിക്കണം. അവൻ എവിടെ ഇറങ്ങി പോയപ്പോഴത്തേക്ക് ഇവിടെ ആരുടെങ്കിലും അഭിപ്രായമല്ലോ ചോദിച്ചാ അവന്റെ സന്തോഷപ്രകാരമല്ലേ വീടെടുത്ത് ഇറങ്ങിപ്പോയത്. ഇനിയിപ്പോ ചാട്ടം കൂട്ടം പറഞ്ഞ് ഇവിടെ ചോദിക്കാൻ എനിക്ക് അവന്റെ അഭിപ്രായമൊന്നും കേൾക്കേണ്ട കാര്യമില്ല. ഞാൻ ഉള്ള കാര്യം അമ്മയായിട്ട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അമ്മയാണ് അതിന്റെ അഭിപ്രായം പറയണം. അതും ശരിയാണ്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നീ ഒരു കാര്യം ചെയ്യാൻ മൂസയെ വിളിച്ച് കാര്യം പറ. ഞാൻ പോയി കിടക്കട്ടെ. എന്റെ ബുദ്ധിമാനേ, എനിക്കാണല്ലേ ബുദ്ധി, എനിക്ക് മനസ്സിലായി. ആ കട്ടറിലും കുഴിയിലൊക്കെ കൊണ്ട് ചാടിപ്പിച്ചപ്പോ മനഃപൂർവ്വമാണല്ലേ. കുറച്ച് നടുവേദനിച്ചാൽ എന്ത് കാര്യം നടന്നല്ല. വേണ്ട, കേക്കുമല്ലേ? വേണ്ട. എടാ മോനെ, അമ്മേന് മോനെ, നമ്മുടെ വീടിന്റെ പുറകുവശത്തുള്ള തേക്കില്ലേ, ആ തേക്കിന്റെ കമ്പൊടിഞ്ഞ് വീണ് ചായ്പില് കൊറേ ഓട് പൊട്ടിപ്പോയി മോനെ. സ്വർണം കായ്ക്കണ മരമാണെങ്കിലും അത് വീടിന് ദോഷമാണെങ്കിൽ മുറിച്ചു കളയണമെന്നല്ലേ കാരണവന്മാര് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴും പിന്നെ നിന്റെ അടുത്ത് ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാ ചെയ്യാന്ന് വെച്ച്. അത് കാറ്റത്താടണ കാണുമ്പോ എന്റെ ചങ്കങ്ങ് ഇടിക്കാണ്. അത് വല്ല വന്ന് വീണ എന്ത് ചെയ്യും മക്കളെ, നീ പറ. അവൻ പറഞ്ഞ അത് മുറിച്ചോളാൻ. കാതിലുള്ള തേക്കാണ്, വിറ്റാ നല്ല കാശും കിട്ടും. പോട്ട്.
സമ്മതിച്ചില്ലേ? ആ സന്തോഷം. ഓ, ഇനി അതും കൂടി കിട്ടിയിട്ട് വേണം നമുക്കൊന്ന് അടിച്ചു പൊളിക്കാൻ. ഷോപ്പിനുണ്ട്, ബ്യൂട്ടി പാർലറിൽ പോകണം. ഇവിടെ കുറച്ച് വേദനയായി വരാൻ എന്റെ പാവല്ലേ കുറേ കഷ്ടപ്പെടേണ്ടി നല്ലൊരു കാറൊക്കെ വാങ്ങണം. ആര് പിടിക്കണത്? ആ എടാ മോനെ നീയാ? ആ കേറി പോരിങ് വരി ഇരിക്കി. ആ കൊള്ളാലെ, മൊത്തത്തിൽ ഒരു മാറ്റമൊക്കെ ഉണ്ടല്ലോ. കൊള്ളാം. ആ ഇന്ന് ലീവ് കിട്ടിയല്ലേ? ആ ഇരിക്കി. ആ രാധാമണി, 2 കപ്പ് ചായ ഇങ്ങോട്ട് എടുത്താണ്. ഇവിടെ എന്താ ആരെങ്കിലും ലോട്ടറി അടിച്ചാ? മൊത്തത്തിൽ മിനിങ്ങിട്ടുണ്ടല്ലേ. ആ അവനും കൂടെ അങ്ങോട്ട് പോണുണ്ടല്ലേ. അതൊക്കെ ഇപ്പൊ സിനിമയിലാണ് അഭിനയിക്കുന്നത്. ഭയങ്കര ഗ്ലാമറൊക്കെ ആക്കി കുട്ടിയൊക്കെ വാരിത്തേച്ച് പോണുണ്ട്. സിനിമ നടിയാ? അവരിപ്പോ 2 കൂടി പുറത്തോട്ട് പോയതേ ഉള്ളൂ. അവളിപ്പോ 2 ദിവസം കൊണ്ട് ഇത്തിരി ബ്യൂട്ടി പാർലറൊക്കെ പോയി എന്തൊക്കെ വാരി തേച്ച് ഇത്തിരി വെളുപ്പിച്ചൊക്കെ വെച്ച്. എന്താ ആഗ്രഹങ്ങളൊക്കെ അല്ലേ നടക്കട്ടെന്ന്. നമ്മളൊന്നും പറയാനൊന്നും പോവൂല. അല്ല ഈ രാധ ആരമ്മേ? അതിവിടത്തെ ജോലിക്കാരിയാണ് രാധ. പിന്നെ വയസ്സാം കാലത്ത് എനിക്ക് ഇവിടെ കിടന്ന് ജോലി ചെയ്ത് മറിക്കാനൊന്നും വയ്യ. അതുകൊണ്ട് പിള്ളേര് ജോലിക്കാരെയൊക്കെ വെച്ച് പുറം പണിക്ക് ആളെ നിർത്തിയിട്ടുണ്ട്. അത് 2 പേര് വന്ന് ക്ലീൻ ആക്കിയിട്ടൊക്കെ അങ്ങ് പോവും. ഓ, ജോലിക്കാരിയെ വെച്ച്. ആ എന്നൊന്നും കുഴപ്പമില്ല, നന്നായിരിക്കട്ടെ. അപ്പൊ ഞാൻ എത്തിക്കൂടെ കുറച്ച് നേരത്തെ ചെയ്യണ്ടായിരുന്നു അല്ലേ? ഇതങ്ങ് അവന് മാറിക്കൊടുത്താൽ മതിയായിരുന്നു. അവന് നോക്കാനും കാണാനൊക്കെ അറിയാം. നീ ആ ചായ വാങ്ങിച്ചു കുടിച്ചാണ്? അതെന്തരാണാ എനിക്കറിയാം. എവിടെ നിന്നൊക്കെ ഇത്തിരി പൈസ കിട്ടിയെന്ന് തോന്നണം. ഒരു വീട്ടുകാരെല്ലാം കൊടുത്തിരിക്കും. ഓ, അവനവനിക്ക് കെട്ടിച്ചു കൊടുക്കാൻ തന്നെ കൈ കാശില്ല, സ്വർണ്ണം പൈസ ഇല്ല എന്ന് പറഞ്ഞ നടന്ന ടീമാണ് ഇനി അവനിക്ക് പൈസ കൊടുക്കുന്നത്. നിങ്ങൾ എന്തായാലും വെറുതെ ആവശ്യമില്ലാതെ പറയായിരുന്നു അമ്മേ. ആരടുത്ത് പറയുന്നത്? അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നീ ഒരു ചായയൊക്കെ ഒന്ന് കുടിച്ചാണ്, നമുക്ക് വേറെ വല്ല കാര്യങ്ങളൊക്കെ പറയാം. അപ്പോഴും നിങ്ങൾ നാളെ അല്ലേ പോണോളൂ? ആ ഞാന് ഇപ്പൊ പോണോ? ശരി, അതെന്തൊരു വരക്കം. 2 ദിവസമൊക്കെ നിന്നിട്ട് പോയാ പോരെ? പിന്നെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അതുപോലെ നാളെ ലീവില്ല, നാളെ ഡ്യൂട്ടിയുണ്ട്. ഓ, ലീവില്ലല്ലേ? ആ എങ്കിൽ നിങ്ങൾ ഇറങ്ങി മക്കളെ. അവര് വരുമ്പോ പറഞ്ഞേക്കാം. ഇനിയിപ്പൊ താമസിക്കണ്ട, നേരത്തെ കാലത്തൊക്കെ വീട്ടിലൊക്കെ എത്താൻ നോക്കി. പോകാന്ന് പറഞ്ഞു വന്നാ ശരി. എന്നാ ഞാൻ ഇവിടെ ഇറങ്ങട്ടെ. അതിന് പോയിട്ട് വരാം കേട്ടോ. ശരി. എന്തെങ്കിലും ആലോചിക്കണം. പൈസയൊക്കെ തീർന്നു, ഇനിയിപ്പോ എന്താ ചെയ്യും? അല്ല, നിങ്ങളെന്തിനാ രക്ഷിക്കണം? മറ്റേ റോഡ് സൈഡിൽ കിടക്കുന്ന 1 ഏക്കറില്ലേ, അതങ്ങ് അമ്മയെ കൊണ്ട് പതുക്കാന്ന് വെപ്പിച്ചിട്ടേ നമുക്ക് അമ്മയുടെ പേരല്ലേ പിരിക്കണം. അമ്മയ്ക്ക് വേറെ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് മറ്റേ സിറ്റിയിലുള്ള ഫ്ലാറ്റ് നോക്കാം. എന്തെങ്കിലും ഒരു ഐഡിയ പ്രയോഗിച്ചാലേ അമ്മ സമ്മതിക്കും. അത് കുട്ടിയില്ലേ? എല്ലാവരും കൂടെ എന്തോന്നിരുന്ന ഒരു ചർച്ച. അമ്മേ, നമുക്ക് എല്ലാ മാസവും ഒരു 60,000 രൂപ കിട്ടുന്ന ഒരു പരിപാടിയുണ്ട്. അത് അമ്മയ്ക്ക് വല്ല വിരോധമുണ്ടോ? ആ, എല്ലാ മാസം കാശ് കിട്ടുന്ന പിന്നെ നല്ല കാര്യമല്ലേ? അമ്മേ, അമ്മയുടെ പേരിലുള്ള 25 സെന്റ് സ്ഥലമില്ലേ, അതും ടൗണില് കുറച്ച് സ്ഥലമായിട്ട് മാറ്റ കച്ചവടം ചെയ്യാമെന്ന് വെച്ചിട്ട് ഒരാലോചന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവിടെ ആകുമ്പോൾ നല്ല ഫ്ലോട്ടാണ് ടൗണിലെ. നമുക്ക് ഇത് കൊടുത്തിട്ട് അത് മേടിച്ചാൽ നന്നായിരിക്കും. അമ്മ എന്താ പറയുന്നത്? എടാ, ഇത്രയും വലിയ കച്ചവടമൊക്കെ നടത്തുമ്പോ നിന്റെ ചേട്ടനോട് ഒരു വാക്ക് പറയണ്ടേടാ. എന്തോ എന്തൊരു പറഞ്ഞാലും ഉടനെ ചേട്ടൻ അവനെന്താ രീതിയിൽ വിളിച്ചിരുന്നു? അവൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്തായിരുന്നു? അവൻ്റെ അടുത്ത് ചോദിച്ചാൽ ഒരു കാര്യം നടക്കുകയൊന്നുമില്ല. ഞാൻ എന്തായാലും അവരുടെ അടുത്ത് പറയാൻ പോകുന്നത്. ഇതിപ്പോ അമ്മയുടെ പേരിലുള്ള വസ്തുവില്ല, അതിപ്പോ അമ്മ തീരുമാനിച്ചാൽ മതി. അവൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം നടക്കുകയൊന്നുമില്ല. ഞാൻ അവരുടെ അടുത്ത് എന്തായാലും വാക്ക് കൊടുക്കാൻ പോവാം.
പറഞ്ഞില്ല എന്ന് പറയുന്നില്ല. എന്നാലും നിന്റെ ചേട്ടൻ എന്ത് വിചാരിക്കോടാ? അവനും എന്റെ മോനല്ലേ? ഒരെന്നാലും ഇല്ല. എന്തായാലും ഇത് ഉറപ്പിക്കാൻ പോവാ. ഞാൻ പറയാൻ പോവാ. അമ്മ ഇതിന് സമ്മതിച്ചു പോകും. ഞാൻ പോവാ. ഓ, സീരിയൽ തുടങ്ങാൻ സമയായല്ല. ഇതൊന്ന് ഓണാക്കട്ടെ. ഓണാവണില്ലല്ലോ. ഏത് സമയവും ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ അങ്ങ് ഇരിക്കണ റിമോട്ടും പിടിച്ചോണ്ട് ഏത് സമയം ഒരു സീരിയല് കാണല്. നിങ്ങൾക്ക് വല്ല പിത്തം വല്ല പിടിക്കണ്ടല്ലേ? പിന്നെ നിങ്ങൾക്ക് വല്ല വയ്യാനായ അത് ഞാൻ തന്നെ നോക്കണം. കഷ്ടകാലം. ആ മോളെ, അമ്മ ഒന്ന് നടു നിവർത്താൻ വേണ്ടിട്ട് ഇവിടെ വന്നിരുന്നു. പണികളൊക്കെ ഒതുക്കി വെച്ചിട്ടാണ് മക്കളെ ഇവിടെ വന്നിരുന്നത്. ഞാൻ ജോലിക്കാരെല്ലാം പറഞ്ഞു വിട്ടിട്ടില്ലേ. അമ്മയ്ക്കാണെങ്കിൽ ചെയ്ത് നടു വയ്യ. ഒന്ന് ഇരുന്നതാണ്. ആ പിന്നെ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം സിനിമയ്ക്ക് പോകും. പുറത്തുനിന്ന് ഫുഡ് കഴിക്കും. നിങ്ങൾക്ക് വല്ല വേണമെങ്കിൽ ഇവിടെ ഉണ്ടാക്കി കഴിച്ചോണം. ആ, അപ്പൊ നിങ്ങൾ സിനിമയ്ക്ക് പോണാ? അമ്മയും കൂടി പെട്ടെന്ന് തന്നെ റെഡി ആവാം മക്കളെ. നമുക്ക് സിനിമയ്ക്ക് പോവും. ഇത്ര നാളായി നിങ്ങൾ അമ്മയെ കൊണ്ടുപോയിട്ട് പുറത്തോട്ടൊക്കെ. എന്തെന്ത്? നിങ്ങൾക്കേ വേണ്ടെന്നുള്ള കാലത്തൊക്കെ നിങ്ങളെ കൊണ്ടുപോയി. അതൊക്കെ മതി. വയസ്സാങ്കാലത്ത് വല്ല രാമനാമമൊക്കെ ജപിച്ച് വീട്ടിൽ ഇരിക്കാൻ നോക്ക്. എപ്പോഴും കുറെ കറക്കോ സിനിമ. നാടാവൂലല്ലോ തള്ളക്ക്. ഓ, കേറി പോണ കണ്ടില്ലേ മൂതേരി. എന്റെ കയ്യിലുള്ള എല്ലാം കൂടി രണ്ടും കൂടി കൈക്കലാക്കിയിട്ട് ഇപ്പൊ ഞാൻ ഇവിടത്തെ വേലക്കാരി പറഞ്ഞിട്ട് കരവേപ്പിന് പോലെ എന്നെ വലിച്ചെറിയുകയും ചെയ്തു. എല്ലാരും പോയി. ഈ വലിയ വീട്ടിൽ ഈ ഞാൻ തനിച്ച്. എന്റെ ഒരു ഗതി ആർക്കും വരുത്തല്ലേ. അമ്മ ഇത് എന്തൊരു കോലം ഇവിടെ ഇല്ല. അമ്മ എന്തിനും സങ്കടപ്പെടുത്താനാണ്? മോനെ നീയാ? എല്ലാരും പോയി. ഇപ്പൊ ഈ അമ്മ തനിച്ച്. ആൾക്കാരും ഇല്ല, ആരവവും ഇല്ല, ജോലിക്കാരും ഇല്ല, ഒന്നുമില്ല. എന്തെങ്കിലും വെച്ചുണ്ടാക്കി തിന്നും. അത് കഴിയുമ്പോ എവിടെയെങ്കിലും കിടന്നുറങ്ങും. അതാണ് എന്റെ ജീവിതം. എന്റെ കയ്യിലുള്ള വസ്തുവും വകയും എല്ലാം കൈക്കലാക്കി രണ്ടു കൂടി ടൗണിൽ ഒരു കൊട്ടാരം വാങ്ങിച്ച് ഇപ്പൊ ഈ പട്ടിക്കാട്ടിന്ന് പോണോന്നും പറഞ്ഞ് പെണ്ണുമ്പിള്ളെ അവനും കൂടെ ഇറങ്ങിപ്പോയി. അപ്പോഴും തള്ള അവർക്കൊരു ശല്യം. കൊണ്ടുപോയില്ല മക്കളെ, കൊണ്ടുപോയില്ല. ഇനി എന്തുണ്ട്? ഈ വീട് കൂടെയല്ലേ ഉള്ളൂ. അത് എല്ലാവരുടെ കയ്യിലും കൂടി ആയിരിക്കണോണ്ട് അവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തോണ്ട് പോയി. നിനക്കും കൂടെ അവകാശപ്പെട്ട വസ്തുവല്ലേ ഇത്. അതുകൊണ്ട് ഞാൻ കൊടുക്കൂലെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു പഴിയും പറഞ്ഞ് എന്നെ ഇവിടെ ആക്കിയിട്ട് രണ്ടും കടന്നു കളഞ്ഞു. അമ്മ സമാധാനപ്പെട്ടിരിക്കും, വിഷമിക്കാതെ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു പെറ്റീഷൻ ഫയൽ ചെയ്യാം. ഇപ്പം വളരെ പോലെയൊന്നും അല്ല. ഇപ്പം പെറ്റീഷൻ ഫയൽ ചെയ്താൽ അതിനൊക്കെ കോടതിയിൽ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ തന്നെ നോക്കാം. നിങ്ങളെ സ്വത്തെല്ലാം അപഹരിച്ച് നിങ്ങളെ മര്യാദരാക്കി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കേസ് കൊടുക്കാം. സമാധാനപ്പെട്ടിരിക്കും. പരാതി കൊടുക്കാനാ? പരാതി കൊടുത്താലൊക്കെ അവരെയൊക്കെ കയ്യിൽ പൈസ ഉണ്ടടാ. അവര് കേസൊക്കെ ഒത്തുതീർപ്പാക്കി മാറ്റിക്കളയും. ആദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതിനകത്ത് ചോദിച്ചില്ല. ഇനിയിപ്പോ എന്തായാലും പോട്ടെ. ഞാനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. വിഷമിക്കണം. നമുക്ക് ഇതിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം. കേസൊക്കെ അമ്മയ്ക്ക് അനുകൂലല്ല. നിന്റെ ഓരോരോ കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ ഞാൻ അനുഭവിക്കുന്നത്. എല്ലാവരും നിന്റെ അങ്ങോട്ടൊന്ന് കൊടുക്കുക. നീ ഒറ്റ ഒരിക്കലും എല്ലാം ഈ കുഴപ്പം ഉണ്ടാക്കിയത്. ചുമ്മാ സംസാരിക്കണ്ടേ? മര്യാദയ്ക്ക് അവിടെ കിടന്നവരെ എല്ലാ കുഴപ്പമുണ്ടായിരുന്നു. എല്ലാം വിറ്റവർക്ക് എല്ലാം വിറ്റവർക്ക് കൊടുക്കണ്ടേ? പോയി റോഡിൽ ആകാം കളത്തിന്റെ. നിന്റെ കുടുംബത്തിൽ ഒന്നും ഇരിക്കില്ല. എല്ലാവരും പോയി കിടക്കാൻ അനുഭവിച്ചു കൊടുക്കും.
നിനക്ക് അറിയാൻ പാടില്ലായിട്ടാ അവനാ തറവാട് എല്ലാം അവിടെ ഇട്ടു പോകാനില്ലാവുക ഇട്ടിട്ട് അതിന് ഒരു ഭാഗം എന്റെ പേരിൽ എഴുതിയിട്ടുള്ളൂ. നിനക്കെല്ലാം അറിയാം. എന്നാ ചേട്ടൻ അമ്മ എനിക്ക് എന്നെ നിങ്ങളെ കാണണമോ? നിന്റെ വാർത്തയായിട്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്?